ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. കുറേ ദിവസമായിട്ട് നമ്മൾ തുടരെ സിനിമയ്ക്ക് ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കാത്തിരുന്ന് ഇന്ന് നമുക്ക് ടിക്കറ്റ് സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ തുടരെ മൂവി കാണാനായിട്ട് പോവാണ്. 4 മണിക്കത്തെ ഷോയാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു അല്പം ലേറ്റായി. ഇപ്പം 3:59 ആയിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് കൂടെ നമ്മുടെ മുന്നിലുള്ളൂ. ഞാൻ പന്തളം ത്രിലോക് സിനിമ തിയേറ്ററിലാണ് ഷോ കാണാനായിട്ട് പോകുന്നത്. കൂടെ ഒരു കൂട്ടുകാരിയുണ്ട്. പിന്നെ അങ്ങനെ സിനിമ കാണലൊന്നും ഇല്ല. ഞാൻ അങ്ങനെ എപ്പോഴും സിനിമ കാണുന്നൊരു സ്വഭാവം എനിക്കില്ല. പക്ഷേ നമുക്കൊരു ചില സിനിമകൾ ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഇത് കാണണമെന്ന്. അപ്പം അങ്ങനെയുള്ളൊരു സിനിമ ആയതുകൊണ്ട് നമുക്കിന്ന് സിനിമ കാണാം. അപ്പം അതിന്റെ വ്ളോഗ് നമുക്കിന്ന് എടുക്കാം. ഇങ്ങനെയൊന്നല്ലോ നീ മല കയറുമ്പോഴാകുമ്പോൾ പറഞ്ഞത് മതിയാണ് തട്ടിയത്. അന്ന് മതി കയറട്ടെ. സിനിമയുടെ ഇന്റർവെൽ ആയപ്പോഴത്തേക്കിനും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു പോപ്കോണും ഒരു കപ്പയുടെ സാധനവും വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. കേറിട്ട് തരണോ പോരായോ? അകത്ത് കേറിട്ടാ. Movie ticket booking experience. Just tickets. Get ahead of the queue with assisted booking. Booking movie tickets with Just Tickets. അത് മുമ്പ് എടുത്തില്ലായിരുന്നു. നമുക്ക് ലാസ്റ്റ് ഇറങ്ങാൻ അടുക്കാം. എടി അനിതേ, നെക്സ്റ്റ് ഷോയ്ക്കുള്ള ആള് വെയിറ്റിംഗ് ആണ്. ഇത് അത് ആളിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടോ? അതായത് അടുത്ത ഷോയ്ക്കുള്ള ആള് ഇവിടെ. അതെല്ലോ, അടുത്ത ഷോയ്ക്കുള്ള ആളെ ഇഷ്ടംപോലെ ആയിട്ടുണ്ട്. ഗൈസ് നോക്ക്, അടുത്ത നെക്സ്റ്റ് 7 മണി ടു 10 മണിയുടെ ഷോയുടെ ആളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഗൈസ് നമ്മൾ അങ്ങനെ സിനിമ കഴിഞ്ഞിറങ്ങി. അടുത്ത ഷോയ്ക്കുള്ള ആളുകൾ അവിടെ ക്യൂ ആണ്. ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. അടുത്ത 7 മണി ടു 10 മണി ശരിക്കും ആളവിടെ നിൽപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ആ ഒരു ഇതാണ്. സിനിമയെക്കുറിച്ച് എങ്ങനെയുണ്ടെന്ന്, അടിപൊളി സിനിമയാണ്. എന്തൊക്കെയാ പറയേണ്ടതെന്നുള്ളത് നമുക്ക് വീഡിയോയുടെ എൻഡിങ്ങിൽ പറയാം. ഇവിടെ ഒന്നും പറ്റത്തില്ല, ഭയങ്കര ബഹളമാണ്. ഗൈസ് നമ്മൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പൊ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഷോ കഴിഞ്ഞിട്ടുള്ള ആളുകൾ പോവുകയും ചെയ്തു, അടുത്ത ഷോയ്ക്കുള്ള ആളുകൾ കയറുകയും ചെയ്തു. അപ്പൊ പിന്നെ ഞാൻ കരുതി തിയേറ്ററിന്റെ സൈഡിൽ തന്നെ നിന്ന് വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാന്ന്. കുറെ നാളുകൾക്ക് ശേഷം നല്ലൊരു സിനിമ കണ്ട ഫീല്, മനസ്സിന് വല്ലാത്തൊരു തൃപ്തിയുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം. ഞാൻ ഈ സിനിമ 2ാമത്തെ വട്ടമാണ് കാണുന്നത് കേട്ടോ. അടിപൊളി സിനിമയാണ്. അതായത് ഈ നമ്മൾ വലിയ ത്രെഡും ഒന്നും ഇല്ലാത്ത, വലിയ കഥകളൊന്നും ഇല്ലാത്ത, ലോജിക്ക് ഇല്ലാത്ത കുറേയധികം സിനിമകൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ കേട്ടോ. എന്റെ ഒരു അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. ഇതിനൊരു ഹ്യൂജ് റിവ്യൂ ആയിട്ടൊന്നും നിങ്ങൾ കാണരുത്. പിന്നെ നമ്മൾ പറയത്തില്ല, ഈ അടുത്ത കാലത്ത് മോഹൻലാലിന്റെ തന്നെ കുറേ സിനിമകൾ ഇറങ്ങിയെങ്കിലും പഴയ സിനിമകളിലെ ഒരു ലെവൽ ഓഫ് ആക്ടിങ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റി. പിന്നെ ഞാൻ തുടരും കാണാനെ കൊണ്ടുള്ള ഒരു പ്രധാന കാരണം, ഞാൻ അങ്ങനെ റെഗുലർ ആയിട്ടൊരു സിനിമ വന്ന് കാണുന്ന ഒരാളല്ല. പക്ഷെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് ഇത് കാണണം എന്ന് തോന്നത്തില്ലേ? അങ്ങനെ വരുമ്പോൾ മാത്രമേ ഞാൻ വന്ന് കാണാറുള്ളൂ. അപ്പൊ ഈ സിനിമ ഇറങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു കാണണമെന്നോ. അതിന്റെ ഒന്നാമത്തെ കാരണം ഈ മോഹൻലാൽ ശോഭന ഒരു ജോഡി കോംബോ ഉണ്ടല്ലോ, അത് എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പൊ അതിനുശേഷം വരുന്നതുകൊണ്ട് അതിന്റെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാനിത് കാണണമെന്ന് തീരുമാനിച്ചു തന്നെ. പക്ഷെ ഈ ഒരു സിനിമയിൽ മോഹൻലാലിന്റെയും ശോഭനയുടെയും കോമ്പിനേഷൻ കണ്ടിട്ട് എനിക്ക് ആ പഴയ ഒരു എന്താ പറയാ, ഒരു എന്ത് പറയുന്നതിന് ഒരു ഇന്റിമസി ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. മാത്രമല്ല ഇതൊരു നായികാ പ്രാധാന്യമുള്ള സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. കൂടുതലും നായകനും വില്ലനുമാണ് ഇതിനകത്തിലെ പവർ എന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ വില്ലൻ റോൾ ചെയ്ത ആളെ എന്റെ കൈ കിട്ടാമെങ്കിൽ ഞാൻ അയാളെ ഇടിച്ച് ചമ്മന്തിയാക്കും.
അത്ര അടിപൊളിയായിട്ട് അയാൾ ആക്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും ആ വ്യക്തിയോട്. പിന്നെ നമ്മുടെ കുതിരവട്ടം പപ്പുവിന്റെ മോനുണ്ടല്ലോ, പുള്ളിയുടെ ആക്ടിങ് അടിപൊളിയാണ്. എന്തോ കണ്ണൊക്കെ അങ്ങനെ ഉണ്ട കണ്ണ്, എൻ്റെ പൊന്നോ ഉള്ള സത്യം. അയ്യോ സത്യമായിട്ട് നേരെ. ഞാൻ ഇങ്ങനെ പറയുന്നത് ഒരു എന്താ പറയുന്നത്, എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. പിന്നെന്താന്ന് വെച്ചാൽ എന്താ നിങ്ങൾ ഇതിപ്പോൾ 2 ആഴ്ചയോളമായി ഈ ഒരു സിനിമ ഇറങ്ങിയിട്ട്. എന്നിട്ട് നമ്മൾ അന്ന് തൊട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഈ 2 ആഴ്ച കഴിഞ്ഞിട്ടും ഓരോ ദിവസത്തെയും തിരക്ക് കാണണം ഗൈസ്. ഞാൻ ഇതിന് മുമ്പൊരു ദിവസം വന്നപ്പോഴും നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെയായിരുന്നു എടുത്തത്, 4 മണി ടു 7 മണി ആ ഒരു ഷോയാണ് എടുത്തത്. പക്ഷെ ആ സമയത്തും അതിന് ശേഷമുള്ള ഷോയ്ക്ക് നിറയെ ആളുകളായിരുന്നു, ഇഷ്ടം പോലെ. ഇന്നിപ്പോൾ വന്നപ്പോഴും അത് തന്നെ, ഇഷ്ടം പോലെ ആളുകൾ. അപ്പോൾ ആ സിനിമയുടെ ഒരു ക്വാളിറ്റി കൊണ്ടായിരിക്കുമല്ലോ അത്രയധികം ആളുകൾ വരുന്നത്. പക്ഷെ നല്ല സിനിമയാണ് കേട്ടോ, കണ്ടിരിക്കാൻ അടിപൊളിയാണ്. പിന്നെ ശോഭനയെ കണ്ടിട്ട് ഒരുപാട് പ്രായമുണ്ട്, എന്നാൽ നമ്മളത് പറയാൻ പാടില്ല, എങ്കിലും ഒത്തിരി പ്രായം ചെന്നതായിട്ട് തോന്നി. പിന്നെ ശോഭനയുടെയൊക്കെ ഒരു നാച്ചുറൽ ആക്ടിങ് എനിക്ക് ഈ ഒരു സിനിമയിൽ ഫീൽ ചെയ്തില്ല കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാണ്. പണ്ട് നമ്മൾ സിനിമയെ കാണുമ്പോൾ ശോഭനയൊക്കെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അത്ര വലിയ ആക്ടിങ് ആണ്. പക്ഷെ ഈ ഒരു സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നിയില്ല. എന്താ വെച്ചാൽ നാച്ചുറൽ ആക്ടിംഗ് ആയിട്ട് എനിക്ക് ശോഭനയുടെ തോന്നിയില്ല. എന്തോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നി. അതൊരു പക്ഷേ അവർ കുറേ നാൾ കൊണ്ട് ചെയ്യുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കുറേ എന്താ പറയുക ഏജ്ഡ് ആയിട്ടുള്ള ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ളതൊക്കെ ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നതോ ആകാം. എനിക്ക് തോന്നുന്നു ശോഭനയെക്കാട്ടിൽ വേറെ ആരെങ്കിലും ആയിരുന്നിരിക്കണം ഈ ഒരു മോഹൻലാലിൻ്റെ കൂടെ എനിക്ക് കുറച്ചുകൂടി ചേരുന്നതെന്ന് തോന്നി കണ്ടപ്പോഴ്. പക്ഷെ മനസ്സിലല്ല, ഈ സിനിമ വന്ന് കണ്ടപ്പോൾ തോന്നിയ കാര്യം പറഞ്ഞു. എനിവേ അടിപൊളി സിനിമയാണ്. സിനിമ കൊണ്ട് നോക്കുവാണെങ്കിൽ മറ്റ് ഒരു കാര്യവും നമുക്ക് പറയാനില്ല. അടിപൊളി സൂപ്പർ ഒരു മൂവിയാണ്. നമുക്ക് എപ്പോഴും ആകാംക്ഷയാണ് ആ സിനിമ കാണുമ്പോൾ. എന്ന് വെച്ചാൽ ആദ്യം തുടക്കം തൊട്ട് ഇതെന്താ അങ്ങനെ അതെന്താ ഇങ്ങനെയെന്നുള്ള ചോദ്യങ്ങൾ വന്ന് സിനിമയുടെ എൻഡ് ആകുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു സിനിമയാണ്. സോ തുടരും, അടിപൊളിയാണ്. നമ്മുടെ വീഡിയോയും ഇനിയും തുടരും. അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റ ബൈ ബൈ. വീട്ടിൽ പോകണം, 7:30 അച്ഛനും കേട്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ടാറ്റ ബൈ ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോയുമായി നമ്മൾ തുടരും. ടാറ്റ.